ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സമയം കുറേ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. രാവിലെ അമ്പലത്തിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റായത്. അപ്പോൾ നമുക്കൊരു ഉഴുന്നരച്ച പച്ചരിയും ഉഴുന്നും കൂടെ ചേർത്ത് അരച്ച് നല്ലൊരു ഉഴുന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനാദ്യം നമ്മൾ ഒരു 1.5 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി നമ്മൾ കുതിർക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക. രണ്ടാമത് ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന് ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതും കൂടെ കുതിർക്കാൻ വെക്കുക. അത് രണ്ടും ഒരു 5-6 മണിക്കൂർ സമയം കുതിരണം. അപ്പോൾ നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കഴുകിയത് ആദ്യം, പച്ചരിയും ഉലുവയും കൂടെ കുതിർക്കാൻ വെച്ചത് ആദ്യം ഇട്ട് നമ്മൾ നന്നായി അതിൻ്റെ കൂടെ കുറച്ച് ചോറ് ചേർക്കണം. അപ്പോൾ ചോറും കൂടെ ചേർത്ത് നന്നായി അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് അരക്കണം. അപ്പോൾ കഴുകി വെച്ചിട്ട് നമ്മൾ വെച്ച ഉഴുന്ന് അത് നമ്മൾ പച്ചരി അരച്ച മാവിലേക്കിട്ട് ജാറിലേക്ക് തന്നെ ഇട്ട് അരച്ചെടുക്കുക. അതും നന്നായി അരയണം. നല്ലപോലെ അരഞ്ഞ് കിട്ടിയ ഉഴുന്ന് നമ്മൾ ആദ്യം അരച്ച് വെച്ച പച്ചരിയും ഉലുവയും ചേർത്ത് അരച്ച് വെച്ച മാവിലേക്ക് ഒരുമിച്ച് ചേർക്കണം. എന്നിട്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വൈകുന്നേരം ഒരു 8 മണിക്കെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 6:30 എല്ലാം ആകുമ്പോഴത്തേക്ക് നന്നായി പൊങ്ങി വന്ന് നല്ല പതപതയായിട്ടുള്ള നല്ല ദോശ കിട്ടും. എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം പുളിച്ച് നല്ല പൊങ്ങി വന്ന് നല്ല സ്മൂത്തായ തട്ടുദോശയുടെ രീതിയിലുള്ള നല്ല ദോശ കിട്ടും. രാവിലെ അത് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് രാവിലെ തന്നെ ദോശ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നല്ല സാമ്പാറും കട്ടൻ കാപ്പിയും കൂടെ കൂട്ടി നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇങ്ങനെയാണോ നിങ്ങൾ ദോശ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മാവരയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.